ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ സീരീസിലെ ഓസ്ട്രേലിയ വെച്ച് നടക്കുന്ന ODI അഡ്ലേഡിലെ മത്സരമാണ്. രണ്ടാമത്തെ ODI ആണ്. ഈ ഒരു മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ട് ഇന്ത്യക്ക് ഈ ഒരു ഏകദിന പരമ്പര തന്നെ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഇതാ രണ്ടാമത്തെ മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെടുന്നു. ഒരു 2 വിക്കറ്റിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും ടോസ് നഷ്ടപ്പെട്ടിട്ടാണ് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. തുടക്കം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ആദ്യം ഒരു പതുങ്ങിയ താളത്തിലാണ് തുടങ്ങിയത്. ആദ്യം തന്നെ എന്നാൽ ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമായി. 9 ബോളിൽ 9 റൺസ് എടുത്തിട്ട് ബാർട്ട്ലറ്റിൻ്റെ ബോളിലാണ് അദ്ദേഹം വിക്കറ്റ് നഷ്ടമാകുന്നത്. അതിനുശേഷം വന്ന കോഹ്ലി ഒരിക്കൽ കൂടി ഡിസപ്പോയിൻ്റ് ചെയ്യിക്കുന്നു. അദ്ദേഹം അഗെയിൻ റൺസ് ഒന്നും നേടാതെയാണ് നഷ്ടമാകുന്നത്. ആദ്യ മത്സരത്തിലും 8 ബോളിൽ 0 ആയിരുന്നെങ്കിൽ ഈ ഒരു മത്സരത്തിൽ 4 ബോളിൽ 0. സെയിം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ പോയി. 17-1, 17-2 അങ്ങനെ ഒരു ഡിസപ്പോയിൻറ്റിങ് സിറ്റുവേഷനിലേക്ക് പോയി. രോഹിത് ശർമ്മയാണെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പതിഞ്ഞ താളത്തിലാണ് കളിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 40 ബോളിൽ 14 അങ്ങനെയൊക്കെയുള്ള നിലയിൽ വരെയൊക്കെ രോഹിത് ശർമ്മ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ശ്രേയസ് അയ്യർ വന്നു. ആ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു മത്സരത്തിൽ കുറച്ചെങ്കിലും ഒന്ന് വർക്കൗട്ടായിട്ട് വന്നതെന്നുള്ളതാണ്. 118 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് അവർ നേടിയെടുത്തു എന്നുള്ളതാണ്. പിന്നെ രോഹിത് ശർമ്മ ഒരു താളം കണ്ടെത്തി അദ്ദേഹം ആ ഒരു ഫോമിലേക്ക് ഉയർന്നു. പിന്നീട് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ 73 റൺസാണ് 97 ബോളിൽ 7 ബൗണ്ടറികളും 2 സിക്സറുകളടക്കം നേടി. അതുപോലെ ശ്രേയസ് അയ്യർ ആണെങ്കിലും 77 പന്തിൽ 61 റൺസ് നേടി. ശേഷം എന്നുള്ള അക്ഷർ പട്ടേലിനാണെങ്കിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. 44 റൺസാണ് 41 ബോളിൽ നിന്നെടുത്തത്. പക്ഷേ പിന്നീട് വന്ന താരങ്ങൾ ഇപ്പം KL രാഹുൽ ആണെങ്കിലും വാഷിങ്ടൺ സുന്ദർ ആണെങ്കിലും നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിലും ഒക്കെ അത്ര മികച്ച രീതിയിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്കൊക്കെ വലിയ റൺസുകൾ നേടി. ഇപ്പോൾ രാഹുൽ കഴിഞ്ഞ മാച്ച് നന്നായിട്ട് കളിച്ചിട്ട് ഒരു പ്ലെയറാണ്. അങ്ങനെ 45 ഓവർ ആകുന്ന സമയത്ത് 226-8 എന്ന് പറയുന്ന നിലയിലേക്ക് എത്തി. ഇന്ത്യ ഒരു 250 പോലും കടക്കാൻ സാധ്യതയില്ലാത്ത നിലയിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചു. കാരണം ഇനി വാലറ്റത്തെ ബാറ്റേഴ്സാണ് വരേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യാനാണ് എന്നുള്ളതടുത്ത് നിന്ന് അവിടെയാണ് ഹർഷിത് റാണയും ഹർഷദീപും ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കായെന്നതാണ്. ഇപ്പം ഹർഷിത് റാണ 18 ബോളിൽ 24 റൺസ് എടുക്കുകയും അതുപോലെ ഹർഷദീപ് 14 ബോളിൽ 13 റൺസ് എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഭേദപ്പെട്ട നിലയിൽ 264-9 എന്ന് പറയുന്നൊരു ഭേദപ്പെട്ട നിലയിൽ അവസാന ഓവറുകളിൽ നന്നായിട്ട് ലോവർ മിഡിൽ ഓർഡേഴ്സ് ബാറ്റേഴ്സ് മോശമാക്കിയപ്പോൾ വാലറ്റത്തിൽ നിന്ന ഹർഷിത് റാണയും ഹർഷദീപുമാണ് ഇന്ത്യയെ രക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 8 ബോളേഴ്സിനെയാണ് ഓസ്ട്രേലിയ പരീക്ഷിച്ചത്. അതിൽ മിക്ക ബോളേഴ്സും മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഹേസൽവുഡ് 10 ഓവർ എറിഞ്ഞിട്ട് വിക്കറ്റുകളൊന്നും നേടിയില്ലെങ്കിലും 29 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളത്. ബാക്കി ഇപ്പം സാംബയുടെ പ്രകടനമാണ് ഏറ്റവും ഇമ്പ്രസീവ്. 10 ഓവർ എറിഞ്ഞ് 60 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ 4 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയെടുത്തത്. ബാറ്റ്ലറ്റ് 3 വിക്കറ്റുകൾ നേടി. 39 റൺസ് മാത്രമാണ് 10 ഓവറിൽ വിട്ടുകൊടുത്തത്. അതുപോലെ സ്റ്റാർക്ക് 62 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ 2 വിക്കറ്റുകൾ 10 ഓവറിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. എന്താണെങ്കിലും 265 റൺസ് വിജയലക്ഷ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ 2 വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ്. ഇപ്പം മിച്ചമാഷിൻ്റെ വിക്കറ്റ് ഹർഷദീപ് എടുത്തു. രാഹുൽ കീപ്പർ ക്യാച്ചായിരുന്നു. അതിനുശേഷം ട്രാവിസ് ഹെഡും അവർക്ക് നഷ്ടമായി. ഹർഷിത് റാണയാണ് വിക്കറ്റ് എടുത്തത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ 54-2 എന്ന് പറയുന്ന നിലയിൽ 12 ഓവർ എത്തുന്ന സമയത്ത് എത്തിയതാണ്. പിന്നെ ആണ് ആ ഒരു കോമ്പിനേഷൻ ഇപ്പം മാത്യു ഷോട്ടും അതുപോലെ തന്നെ റൺഷോയും തമ്മിൽ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഇവിടെ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തത് ഈ ഒരു മത്സരത്തിൽ വലിയൊരു പ്രശ്നമായെന്നുള്ളതാണ്. മാത്യു ഷോട്ടിൻ്റെ 2 ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്തത്. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ട് കളിച്ച താരമാണ്. 74 റൺസാണ് എടുത്തത്. അക്ഷർ പട്ടേൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും ഈ ഒരേ ആംഗിളിലാണ് ആ 2 ബോളും ഒരേ സ്ഥലത്താണ് പ്ലേസ് ചെയ്തത്. 2 ക്യാച്ചുകൾ. അതുപോലെ തന്നെ ഒരു റൺ ഔട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ പോട്ടെന്ന് നോക്കാം. പക്ഷേ ഈ 2 ക്യാച്ചുകൾ തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ ടേണിംഗ് പോയിൻ്റ് ആയി. കാരണം ഷോട്ടിൻ്റെ വിക്കറ്റ് ഒരു പക്ഷേ നേരത്തെ എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ മത്സരം ഒരു തരത്തിലെങ്കിലും ഇന്ത്യക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചേനെ. കാരണം 8 വിക്കറ്റുകൾ വരെ പോയി. അവസാന ഘട്ടത്തിൽ ഒരു ടൈറ്റായി. കാരണം വിക്കറ്റുകൾ നേടി ഇന്ത്യക്ക് ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ ഫീൽഡിങ്ങിലുണ്ടായിട്ടുള്ള ആ ഒരു അപാകതയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റായിട്ട് മാറിയതും ഇന്ത്യക്ക് അതൊരു തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്യുന്നത്. അതുപോലെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരേപോലെ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് കൂപ്പർ കൊണോലി. ബോളേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹർഷിത് റാണ ഇപ്പം 8 ഓവർ എറിഞ്ഞിട്ട് 59 റൺസ് വിട്ടുകൊടുത്തെങ്കിലും 2 വിക്കറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചു. സിറാജ് 10 ഓവർ 49 റൺസ് വിട്ടുകൊടുത്തൊരു വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഹർഷദീപ് 8.2 ഓവറിൽ നിന്ന് 41 റൺസ് കൊടുത്ത് 2 വിക്കറ്റുകൾ നേടി. അതിൽ അക്ഷർ പട്ടേൽ
10 ഓവറിന് 52 റൺസാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റും അദ്ദേഹത്തിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. സോ ഇതൊന്നുമല്ല, ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു മത്സരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫീൽഡിംഗ് പോരായ്മകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഭേദപ്പെട്ട രീതിയിലൊക്കെ ബോൾ ചെയ്തിരുന്നു, നമുക്ക് പിടിക്കാൻ സാധിച്ചേനെ. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോളിംഗ് ഇപ്പം ഇഞ്ചുറി കൺസേൺസ്, ഇനിയിപ്പം ഒരു ദിവസത്തെ ഗ്യാപ്പിൽ അടുത്ത മാച്ച് കളിക്കാൻ വരുമ്പോഴത്തേക്ക് അത് എങ്ങനെ വരുമെന്നുള്ളതൊരു ഡൗട്ടാണ്. ഇപ്പോൾ ഹർഷിത് റാണ തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഹർഷദീപിനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെ അടുത്തൊരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ചെയ്യും എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും അഡ്ലെയ്ഡിൽ ഇന്ത്യക്ക് ഒരു പരാജയം നേരിടേണ്ടി വരുന്നു. തുടർച്ചയായുള്ള 2 മത്സരങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഏകദിന മത്സരത്തിൽ വിരാട് കോഹ്ലി ഡക്കായി പോകുന്നത്. അതുപോലെ തന്നെ അഡ്ലെയ്ഡിൽ നല്ലൊരു റെക്കോർഡുള്ള താരമാണ് വിരാട് കോഹ്ലി. അവിടെ അദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ഓവേഷനൊക്കെ കിട്ടി, ഒരു 0 സ്കോറിലാണ് ഔട്ടായെങ്കിൽ പോലും. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല നമുക്ക് കിട്ടിയത്. വിരാട് കോഹ്ലിയിൽ നിന്ന് നമുക്ക് അതാണ് ഏറ്റവും ഹൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും. പക്ഷേ അത് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് സീരീസ് ആയിട്ട് മാറുമോ എന്ന് പറയുന്ന ചർച്ചകൾ വരെ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ